everyone. Welcome to Pram's Kitchen. നമുക്കിന്നൊരു കുറുക്കാളൻ ഉണ്ടാക്കിയാലോ? കുറുക്കാളൻ മിക്ക മലയാളികളുടെയും ഫേവറേറ്റ് സദ്യ വിഭവമാണ്. പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കുറുക്കാളൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ചെയ്യാനെന്ന്. പക്ഷേ ആക്ച്വലി അത്ര ബുദ്ധിമുട്ടില്ല. അതുപോലെ ചില ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർ കുറുക്കാളൻ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവണില്ല, കാരണം കുറുകി വരണില്ല എന്നുള്ളത്. കുറുക്കാളൻ എന്ന് പറയുമ്പോൾ എന്താ, കുറുകി കിട്ടണം നമുക്കല്ലേ. അങ്ങനെ വരാതെ മോരുകറി ആയി പോണൂന്ന് പലരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നും കാണാം. ഇവിടെ ഞാൻ പകുതി ചേനയും ഒരു കായാണ് എടുത്തു വച്ചിട്ടുള്ളത്. ആക്ച്വലി നേന്ത്രക്കായാണ് വേണ്ടത്, പക്ഷേ സിംഗപ്പൂർ നേന്ത്രക്കായ കിട്ടാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇവിടെ അടുത്തുള്ള ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് നോർമൽ പച്ചക്കായ കിട്ടി. അത് വെച്ചാണ് ഞാൻ ചെയ്യാൻ പോണത്. നേന്ത്രക്കായ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചേനയും കായയും ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട്. വല്ലാതെ ചെറിയ പീസസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മീഡിയം സൈസ് പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തു വച്ചിട്ടുള്ളത് 2 കപ്പ് ചിരകിയ തേങ്ങ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 4 പച്ചമുളക്. പിന്നെ വേണ്ടത് 1.5 കപ്പ് പുളിയുള്ള തൈര്. വറുത്തിടാനായിട്ട് 1 ടീസ്പൂൺ ഉലുവ, പിന്നെ കടുക്, മുളക്, കറിവേപ്പില. പിന്നെ ഇതിൽ ഞാൻ ചേർക്കുന്നത് ഉലുവ പൊടിയാണ്. ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ മതിയാവും. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. വെജിറ്റബിൾസ് വേവാനായിട്ട് 1/2 കപ്പ് വെള്ളം മതിയാവും. പിന്നെ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കാളൻ കുറുകാതെ വരും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കണത്. ഇനിയിപ്പം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് കഷ്ണം വെന്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണില്ല കേട്ടോ. കാരണം ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വേവാൻ കുറച്ച് സമയം എടുക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ല. കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടാം. കഷ്ണങ്ങൾ പതുക്കെ വേവട്ടെ. ആ സമയം നമുക്ക് അരപ്പിനുള്ളത് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം കൂട്ടി അരച്ചെടുത്തതാണ് ഇത്. ഇപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ തുറന്ന് നോക്കി. ഈ സമയം കഷ്ണങ്ങൾ ശരിക്കും അങ്ങോട്ട് വെന്ത് വന്നിട്ടില്ല. പിന്നെ ഇനി അടച്ച് വെക്കാതെ ഒന്ന് വേവിക്കണം. അപ്പോൾ കഷ്ണങ്ങൾ അധികം വേവാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടച്ചു വെക്കണ്ട കേട്ടോ. തുറന്നു വെച്ചിട്ട് വെള്ളം കുറുകി കിട്ടണ വരെ നമുക്ക് വേവിക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങൾ പാകത്തിന് വേവാവും. കഷ്ണങ്ങൾ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളവും അത്യാവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. വെന്ത് വരാനേ പാടുള്ളൂ, വല്ലാതെ വെന്തുടയാൻ പാടില്ല വെജിറ്റബിൾസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സോൾട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, വെള്ളമെല്ലാം ശരിക്കും വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില കൂടാതെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കഷ്ണങ്ങൾ നമ്മൾ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇതെനിക്ക് എൻ്റെ അച്ചമ്മ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ്. ഞാൻ ഈ ചെറുപ്പത്തിൽ അച്ചമ്മ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ചോദിക്കും ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന്. അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇനി തൈര് ഒഴിക്കേണ്ട സമയമായി. ഇപ്പം ഞാൻ കട്ട തൈരാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. തൈര് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചോട്ടെ. ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ലിഡ് വയ്ക്കാതെ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കണത്.
അപ്പോൾ നല്ലോണം തിള വന്ന സമയത്ത് ഞാൻ ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി ചേർത്ത് ഇളക്കിയപ്പോൾ എന്തൊരു മണം വരണേന്നറിയോ? അത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ കറിക്കൊക്കെ. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ ഞാൻ അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസിൽ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ നാട്ടിലൊക്കെ കുറുക്കാളം വയ്ക്കുമ്പോൾ കുരുമുളക് അരച്ച് ചേർക്കാറുണ്ട്. അതിൻ്റെ രുചിയും മണവും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സമയം ഞാൻ ഉപ്പ് നോക്കി. ഉപ്പ് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ലേശം കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. 2 മിനിറ്റ് കൂടെ ഒന്ന് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കടുകും മുളകും വറുത്തിടാം. ഇപ്പോൾ ദാ കടുക് വറുക്കാനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാം ഞാൻ സദ്യ വിഭവം ഉണ്ടാക്കുമ്പോൾ, എസ്പെഷ്യലി പൈനാപ്പിൾ പച്ചടി, കുറുക്ക് കാളൻ, കാളനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ വറുത്തിടുമ്പോൾ കുറച്ച് നെയ്യോടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെ ദാ അധികം ഒന്നും വേണ്ട, ഞാൻ 1 ടേബിൾ സ്പൂൺ ഇവിടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണയും നെയ്യും കൂടി ചൂടായിട്ടുണ്ട്. ഈ സമയം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇതാ കടുക് പൊട്ടി തുടങ്ങി. അപ്പം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ കളറ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ആ സമയം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലോട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ദാ കടുകും മുളകും വറുത്തത് ഞാൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ആ മിക്സ് ചെയ്യുമ്പോഴേ ആ നെയ്യിൻ്റെയും എണ്ണയുടെയും ഫ്ലേവറൊക്കെ കറിയിലേക്ക് നന്നായിട്ട് ചേരുള്ളൂ. ഇത് നല്ല രുചിയാണ്. ആക്ച്വലി സദ്യക്കൊക്കെ ഇത് ചെയ്യുമ്പോൾ തലേ ദിവസം രാത്രി പ്രിപ്പയർ ചെയ്ത് വെക്കണതാണ് ഏറ്റവും നല്ലത്. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ചോറ് വിളമ്പാറാവുമ്പോഴേക്കും അതെടുക്കുമ്പോൾ നല്ല രുചി കൂടും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ഞാനിതൊരു 1-2 മണിക്കൂർ അടച്ചു വയ്ക്കുകയാണ്. അതിന് ശേഷം ഞാൻ സെർവിങ് ബോളിലേക്ക് മാറ്റിയ പിക്ചറാണ് ഇത്. കുറുക്കാളിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ. സിമ്പിൾ അല്ലേ ഇത്? നിങ്ങളും ചെയ്ത് നോക്കൂ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.